ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സ്വന്തം തെറ്റുകളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ ആരോപിക്കുന്നവരാണ് നമ്മിൽ ഏറിയ പങ്കും. റോമ ഗവർണറായിരുന്ന പീലാത്തോസ് റോമ സാമ്രാജ്യത്തിൻ്റെ നീതിപീഠത്തിനും തനിക്കു തന്നെയും കുറ്റമില്ലാത്ത മനുഷ്യരക്തത്തിൻ്റെ കറ പറ്റാതിരിക്കുവാൻ താൻ ചെയ്ത അപരാധത്തിൻ്റെ ഉത്തരവാദിത്വം യഹൂദന്മാരിൽ ആരോപിച്ച് കൈ കഴുകിയതും മേൽ സൂചിപ്പിച്ച പ്രകൃതത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ സ്വഭാവം ആദിമ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പൈതൃകമാണ്. അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പാപം അടുത്തുകൂടി വിലക്കപ്പെട്ട കനി തിന്നുവാൻ പ്രേരിപ്പിച്ചു. അവർ സാത്താൻ്റെ പ്രലോഭനത്തിൽ വീണു. ദൈവ തിരുമുൻപാകെ വിലക്കപ്പെട്ട കനി തിന്നതിൻ്റെ കുറ്റം ആദം ഹൗവയിൽ ആരോപിച്ചു. രണ്ടുപേരും തിന്നു എന്നത് സത്യം, പക്ഷേ കുറ്റം മറ്റൊരാളിൽ ആരോപിക്കുന്നു. ആദം ഹൗവയുടെ മേലും ഹൗവ സർപ്പത്തിൻ്റെ മേലും. നാം ആയിരുന്നെങ്കിൽ എന്തിനാണ് ദൈവം ആ വൃക്ഷത്തെ തോട്ടത്തിൻ്റെ നടുവിൽ നട്ടത് എന്നുകൂടി പറഞ്ഞേനെ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന അപരാധങ്ങൾ അന്യരുടെ മേൽ മാത്രമല്ല, ദൈവത്തിൻ്റെ മേലും നാം ആരോപിക്കുന്നു. മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന വിപത്തുകൾ ദൈവം വരുത്തുന്നവയാണെന്ന് കരുതുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട്. ഒരിക്കൽ വിദേശത്ത് താമസിച്ചിരുന്ന ഒരു വൃദ്ധന് അത്യന്തം വേദനാജനകമായ ഒരനുഭവമുണ്ടായി. തൻ്റെ ഏക മകൻ സഹപ്രവർത്തകർക്കൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോയി. മനോഹരമായ ഒരു തടാകത്തിൽ വഞ്ചി തുഴയുമ്പോൾ പെട്ടെന്ന് വള്ളം മറിഞ്ഞ് കാണാതായി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ യുവാവിൻ്റെ ജഡം കിട്ടി. ഈ ദാരുണ സംഭവം ആ പിതാവിനെ തകർത്തു. ദൈവത്തെ അയാൾ കുറ്റപ്പെടുത്തി. ദൈവത്തോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറി. ഈ ഭക്തനെ പോലെ ജീവിതത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ കുറ്റപ്പെടുത്താറില്ലേ? ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ദൈവം നമ്മോട് ചേർന്ന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈശ്വര ഭക്തന്മാർ പോലും മറന്നുകളയുന്നു. സങ്കീർത്തനം 71:16. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോട് കൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.